ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓണമൊക്കെ അടുത്തെത്തി, ഇന്ന് അത്തായി. അപ്പോൾ അത്തത്തിന് ഒരു അടപ്രഥമനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്രഥമനാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 ഗ്രാം അടയാണ്, അരിയടയാണ്. അതുപോലെ തന്നെ ശർക്കര അട എന്നും പറയും. സൂരജിൻ്റെ നാട്ടിൽ പോയ ടൈമിൽ അരിയട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അട വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1-1.5 ലിറ്റർ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുകിയെടുത്തിട്ടുള്ള അട സ്റ്റെയിനറിൽ ഒന്ന് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചെടുക്കാം. അതുപോലെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. 4 ബെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം 1/2 kg അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബെല്ലം 4 എടുത്തത് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡാർക്ക് കളറുള്ള അച്ചാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് കളറാണ്. അടപ്രഥമൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് വരും. അത് കാരണത്താണ് ഡാർക്ക് കളറ് അച്ചെടുത്തിട്ടുള്ളത്. 3 കോക്കനട്ട് ചിരകി എടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ തണവൊന്നുമില്ല, സാധാ റൂം ടെമ്പറേച്ചറിലുള്ള കോക്കനട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ 1-ാം പാല്, 2-ാം പാല്, അതുപോലെ 3-ാം പാലായിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്പിയെടുക്കാൻ പോവാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായി അമർത്തി തിരുമ്പുമ്പോൾ നല്ല കട്ടിയുള്ള തമ്പാലെണ്ണ കിട്ടും. തിരുമ്പി പിഴിഞ്ഞ് അരിച്ചെടുത്തത് 1.25 ഗ്ലാസ്സാണ് തമ്പാലായിട്ട് ഇവിടെ നീക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിരുമ്പിയെടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്ത കോക്കനട്ട് മിൽക്കാണ്. ഇത് 2 ഗ്ലാസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 3-ാം പാലാണ് ഇത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ അരിച്ചെടുത്ത എപ്പോഴും 3 ഗ്ലാസ് തന്നെയാണ്. അതും ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി അടപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ബെല്ലം ഉരുക്കിയെടുത്തത് ഒന്ന് അരിച്ചു കൊടുക്കാണ്. അപ്പോൾ ഓൾറെഡി ചൂടാറി വന്ന ബെല്ലാണ്. ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്റ്റെയിനർ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഉരുകി പോവും. അപ്പോൾ അട വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് സ്റ്റെയിൻ ചെയ്ത് മാറ്റാം. അടക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബെല്ലം ഉരുളിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുള്ള അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള അടയും കൂടി സ്റ്റെയിൻ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ ഡബിളായിട്ട് അട വെന്ത് വരുമ്പോൾ കിട്ടും കേട്ടോ. 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റിയിട്ട് ഈ അടയിലേക്ക് പിടിച്ച് നല്ല മധുരം വരണം നമ്മുടെ അട. അതുവരയ്ക്ക് ഈ ശർക്കരപ്പാനി വറ്റുന്ന വരയ്ക്ക് നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഒരുവിധം 1/4 ഭാഗം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ വറ്റി അടയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അട ഇളക്കി കൊടുക്കുമ്പോൾ ശർക്കരപ്പാനിയൊക്കെ യോജിച്ച് വന്നിട്ട് കണ്ടില്ലേ, ഒരുമിച്ച് അങ്ങനെ മിക്സായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണിന് പകരമായിട്ട് കുറച്ച് കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-ാം പാല്, 3 ഗ്ലാസ് 3-ാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഈ പാൽ ഒഴിക്കുന്ന ഒരു ടൈമിൽ നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ 3-ാം പാലൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ
വറ്റി വന്നിട്ടുണ്ട്, ഒരു പകുതിന് മേലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാം പാൽ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് രണ്ടാം പാലാണ്. അപ്പോൾ ആ രണ്ടാം പാൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മീഡിയത്തിൻ്റെയും ലോയുടെയും ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ടൈം എടുത്തിട്ടാവുമ്പോഴാട്ടോ പായസമൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വെച്ചിരിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ആയി വരുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 1/4 കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ഈ ഒരു ടൈമിൽ നമുക്കൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തള വരണോട് കൂടിയിട്ട് തള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ചൂടിന് ഇരുന്നിട്ടൊന്ന് കുറുക്കി വരും. അപ്പോൾ നിങ്ങൾക്ക് പായസം കുറച്ചും കൂടി തിക്ക് പായസമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ രണ്ടാം പാൽ കുറച്ചും കൂടിയും വറ്റിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നാം പാൽ ഒഴിച്ചിട്ട്, അതായത് തമ്പാൽ ഒഴിച്ചിട്ട് പിന്നെ നന്നായി തിളയ്ക്കാൻ പാടില്ല പായസം. അപ്പോൾ തള വരണോട് കൂടിയിട്ട് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഒരു മുറിയുടെ പകുതി തേങ്ങ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിൽ കൊത്തിയിടുന്ന പോലെ കൊത്തിയെടുത്തതാട്ടോ. അതിനുശേഷം അതൊന്ന് കഴുകിയെടുത്തിട്ട് സ്റ്റെയിൻ ചെയ്ത് വെള്ള നനവ് മാറ്റിയതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ഏലക്കായും ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട്. ഇവിടെ ഞാൻ ചുക്കും ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയൊക്കെ വറുത്ത് വന്നു തുടങ്ങിയിട്ട് ഈ ഒരു ടൈമിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമാണ് തേങ്ങ കൊത്തി വറുക്കണത് എന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്തി വറുക്കുക. അതുപോലെ കാഷ്നട്ട് കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അളവൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. തേങ്ങ ബാക്കിയുള്ളത് വറുത്ത് വരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ കാഷ്നട്ട് ആവും. ഇപ്പോൾ കാഷ്നട്ട് കളർ മാറിയിടുമ്പോൾ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കിസ്മിസ് പൊങ്ങുന്ന ആ ഒരു വീർത്ത് വരുന്ന ഒരു ടൈമിലാവുമ്പോഴേക്കും നമ്മുടെ കാഷ്നട്ടും കോക്കനട്ടും ഒക്കെ ആയിട്ടുണ്ടാവും. കിസ്മിസൊക്കെ ബോൾ പോലെ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഫ്രൈ ചെയ്തെടുത്തത് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അടിപൊളി നമ്മുടെ അടപ്രഥമൻ ഇവിടെ ഓണത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അടപ്രഥമൻ്റെ കളർ നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെല്ലത്തിൻ്റെ കളർ അനുസരിച്ചിരിക്കും. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.